ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. വാർത്തകൾ തുടരുന്നു. കോഴിക്കോട്ട് മഴക്കെടുതിയിൽ ആശ്വാസമേകി 3 ക്ഷേത്രങ്ങൾ. വേങ്ങേരി ശ്രീ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രം, ശ്രീ ശകലേശ്വരി ക്ഷേത്രം, മാച്ചമാടത്ത് സർപ്പക്കാവ്, മാളിക്കടവ് എന്നീ കമ്മിറ്റികൾ ഒരുമിച്ച് 1000 വീടുകളിലേക്ക് ഭക്ഷ്യക്കിറ്റുകൾ നൽകി. കോഴിക്കോട് വേങ്ങേരി, തടമ്പാട്ടുതാഴം, തണ്ണീർപ്പന്തൽ, കക്കോടി, കണ്ണാടിക്കൽ തുടങ്ങിയ ഭാഗങ്ങളിൽ ഇത്തവണ കനത്ത മഴയിൽ വലിയ രീതിയിൽ വെള്ളം കയറുകയും നിരവധി വീട്ടുകാർക്ക് മാറി താമസിക്കേണ്ടി വരികയും ചെയ്തിരുന്നു. പലർക്കും ജോലിക്ക് പോകാൻ കഴിയാത്ത സാഹചര്യത്തിലാണ് പ്രദേശത്തെ 3 പ്രധാന ക്ഷേത്രങ്ങളായ വേങ്ങേരി ശ്രീ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രം, ശ്രീ സകലേശ്വരി ക്ഷേത്രം, മാച്ചമാടത്ത് സർപ്പക്കാവ്, മാളിക്കടവ് തുടങ്ങിയ ക്ഷേത്ര കമ്മിറ്റികൾ ഒരുമിച്ച് പ്രദേശത്തെ 1000 വീടുകളിൽ ഭക്ഷ്യക്കിറ്റ് വിതരണം ചെയ്തത്. ബ്രെഡ്, ബിസ്ക്കറ്റ്, കുടിവെള്ളം തുടങ്ങിയവയാണ് കിറ്റിൽ ഉൾപ്പെടുത്തിയത്. 20ഓളം ആളുകൾ ചേർന്നാണ് 1 ലക്ഷത്തോളം രൂപ ചിലവ് വരുന്ന ദൗത്യത്തിന് പിന്നിൽ പ്രവർത്തിച്ചത്. മുൻ വർഷങ്ങളിലും ഇത്തരം പ്രവർത്തനങ്ങൾ കമ്മിറ്റികൾ ചെയ്തിരുന്നു. വേങ്ങേരി സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിന് സാമൂഹ്യക്ഷേമ സമിതിയുമുണ്ട്. 1000 വീടുകൾ നമ്മൾ എത്തിക്കാനാണ് ക്ഷേത്ര കമ്മിറ്റിയിലെ ഭാരവാഹികൾ തന്നെ നേരിട്ട് ചെന്ന് അവർക്ക് കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ ആ തൽക്കാലമായിട്ടുള്ള സഹായമാണ് എന്നെങ്കിലും കൂടിയിട്ട് എല്ലാ വീടുകളിലെത്തും. 1000ഓളം വീടുകളിലെത്തും. 1 ലക്ഷത്തിലെ മേലെ രൂപ ഞങ്ങൾ ഇതിനു വേണ്ടിയിട്ട് നീക്കി വെക്കുന്നുണ്ട്. ദുരിതബാധിതർക്ക് രാഷ്ട്രീയ ജാതിമത വ്യത്യാസമില്ലാതെ മറ്റ് സ്പോൺസർമാരെ ആശ്രയിക്കാതെ ഇത്തരം ജനക്ഷേമ പ്രവർത്തനങ്ങൾ ചെയ്യാൻ കഴിയുന്നതിൽ 3 ക്ഷേത്ര കമ്മിറ്റികളും ഏറെ സന്തോഷത്തിലാണ്. ക്ഷേത്രത്തിന്റെ ഒരു ധർമ്മമാണ് എന്നുള്ള രീതിയിൽ തന്നെയാണ് നമ്മളിത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാരണം ആരും ഇങ്ങോട്ട് ആവശ്യപ്പെടാതെ തന്നെ നേരിട്ട് അങ്ങോട്ട് സഹായങ്ങൾ എത്തിക്കുക എന്നുള്ളതാണ്. വെള്ളപ്പൊക്കത്തിന്റെ ദുരിതം തുടങ്ങിയ കാലം മുതൽക്ക് തന്നെ, കാരണം അത് ഇത്ര വർഷമെന്ന് അവിടെ സങ്കല്പിക്കാൻ പറ്റില്ല. കാരണം എല്ലാ വർഷവും ഇത് അനുഭവിക്കുക. ഏതായാലും ഈ കഴിഞ്ഞ ഒരു 16-17 മുതൽ തന്നെ നമ്മളിത് വ്യാപകമായിട്ട് ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഓരോ വർഷവും ആളുകളുടെ എണ്ണം കൂടി വരുന്നു എന്നുള്ളതാണ് ഇതിലൊരു യാഥാർത്ഥ്യം. കഴിഞ്ഞ ദിവസം ആരംഭിച്ച കിറ്റ് വിതരണം വൈകിട്ടോടെ പൂർത്തിയായി. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. കൂടൊരുക്കാൻ കൂടെ നിൽക്കാമെന്ന സന്ദേശവുമായി